ആക്രമണം നടന്ന ഘട്ടത്തിൽ നമ്മളെ അമേരിക്ക, ഇറ്റലി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെല്ലാം പിന്തുണച്ചിരുന്നു. അമേരിക്കയുടെ പ്രതികരണം ആദ്യത്തെ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് പറയുമ്പോൾ 26 ജീവനുകൾ പൊലിഞ്ഞ ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ത്യ ഒരു ആക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ എത്രത്തോളം അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നറിയില്ല. കാരണം രണ്ടാമത്തെ പ്രതികരണമായപ്പോഴേക്കും അമേരിക്ക ഒന്ന് മയപ്പെടുത്തുന്നുണ്ട്. കാരണം രണ്ട് രാജ്യങ്ങളും ഞങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്ന രൂപത്തിൽ അവിടെയും ഇവിടെയും തൊടാത്തൊരു നിലപാട് എടുക്കുന്നുണ്ട്. അതേസമയം റഷ്യ കൃത്യമായും ഇന്ത്യക്കൊപ്പമാണ് എന്നുള്ള സൂചന നൽകുന്നു. അത് പല കരാറുകളും പലതരത്തിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെയും തുടർച്ചയായിട്ട് വേണം അതിനെ കാണാൻ. അമേരിക്കയെ സംബന്ധിച്ച് അമേരിക്കയുടെ ഈ ഫൈറ്റർ ജെറ്റുകൾ കൂടുതൽ വാങ്ങുന്ന പാകിസ്ഥാനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചൊരു കച്ചവടത്തിൻ്റെ സാഹചര്യം കൂടി അവിടെ നിൽക്കുന്നതുകൊണ്ട് എങ്ങും തൊടാതെയുള്ള മറുപടി പറയുന്നു. നമ്മളെ സംബന്ധിച്ച് ആണവ ശക്തിയുള്ള രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് നീങ്ങുക എന്നുള്ളത് നമുക്ക് അഭികാമ്യമായ ഒരു കാര്യമല്ല. നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. യുദ്ധം എന്നുള്ളതല്ല, നമ്മളെ സംബന്ധിച്ച് മറുപടി നൽകുക എന്നുള്ളതാണ്. ആ മറുപടി ശക്തമായിരിക്കണം എന്നുള്ളത് അതാണ് രാജ്യം ഒന്നാകെ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ആ കാര്യത്തിൽ നമ്മൾ ഒറ്റക്കെട്ടാണെന്ന് പറയുന്നത്. ആ മറുപടി എന്ന് പറയുന്നത് ജലതന്ത്രത്തിലൂടെ ഒരു ശക്തമായ മറുപടി ഇതിനകം നൽകി കഴിഞ്ഞിരിക്കുന്നു. അതവിടെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ അതിനകത്ത് തന്നെ വലിയ സംഘർഷങ്ങളിലേക്കൊക്കെ പോയിട്ടുണ്ട് ആളുകൾക്കിടയിൽ എന്നുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞതാണ്. അവിടെ വടക്കൻ പാകിസ്ഥാനിൽ ഗിൽജിത്ത് ബൾട്ടിസ്ഥാനിലൊക്കെ തെരുവുകളിൽ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുന്നു. വെള്ളം കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, പലയിടത്തും വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അവിടെ ആഭ്യന്തരമായി അസ്ഥിരത ആദ്യമേ ഉണ്ടായിരുന്നു, അതൊന്നുകൂടി വർദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്.